ട്രംപ് അമേരിക്കയെ നരകതുല്യമാക്കി എന്നാണ് ഇപ്പോൾ അമേരിക്കക്കാർ പറയുന്നത്. ഇപ്പോൾ വരുന്ന ഒരു സർവേ പ്രകാരം ട്രംപിനോ ട്രംപിൻ്റെ പാർട്ടിക്കോ ഇനി അടുത്തൊന്നും തന്നെ അമേരിക്കയിൽ വലിയ സാധ്യതയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ട്രംപിനെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ട്രംപിൻ്റെ ഈ താരിഫുകൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഏറ്റവും അധികം അമേരിക്ക ബാധിക്കപ്പെട്ടിരിക്കുന്നത് തൊഴിലില്ലായ്മ കൊണ്ടാണ്. പോരാത്തതിന് പണപ്പെരുപ്പം അമേരിക്കയിൽ വർദ്ധിച്ചിരിക്കുകയാണ്, ഇൻഫ്ലേഷൻ വർദ്ധിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ നേരിട്ട് ബാധിച്ചിരിക്കുന്നത് വൈദ്യുതി വിലയുടെ വർധനവാണ്. എന്തായാലും വൈദ്യുതി വില കുതിച്ചുയരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അധികാരത്തിൽ തിരിച്ചെത്തി വെറും 7 മാസത്തിനുള്ളിലാണ് അമേരിക്കക്കാർ ഈ ഭയാനകരമായിട്ടുള്ള പ്രതിസന്ധി ട്രംപിൽ നിന്നും നേരിടുന്നത്. ഇവിടെ ട്രംപിൻ്റെ അധികാരത്തിലേക്കുള്ള പ്രവേശനവും താരിഫുകളും കാരണം അമേരിക്കക്കാർ ഗുരുതരമായിട്ടുള്ള സാഹചര്യം നേരിടുന്നു. ട്രംപിൻ്റെ നയങ്ങൾ കാരണം തൊഴിൽ വിപണി തകർന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. ഇത് മാത്രമല്ല, തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, വൈദ്യുതി ഉൾപ്പെടെയുള്ള വിലകൾ ആകാശത്തോളം കുതിച്ചുയർന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ട്രംപിൻ്റെ നയങ്ങൾ കാരണം അമേരിക്കയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നിലച്ചു, പണപ്പെരുപ്പം കുതിച്ചുയർന്നു. ഓഗസ്റ്റ് മാസത്തെ തൊഴിൽ റിപ്പോർട്ട് അനുസരിച്ച് 22,000 പുതിയ തൊഴിലവസരങ്ങൾ മാത്രമേ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണ്. കൂടാതെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ 4 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കായ 4.3% എത്തി നിൽക്കുന്നത്. ട്രംപ് നിരവധി രാജ്യങ്ങളിൽ തീരുവ ചുമത്തുന്ന നയം സ്വീകരിച്ചതിന് ശേഷമാണ് ഈ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. ട്രംപ് പരാജയപ്പെട്ടു എന്നാണ് അമേരിക്കയിലെ പല സർവേകളും പറയുന്നത്. സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായിരിക്കുന്നു. റിപ്പോർട്ട് അനുസരിച്ച് 2020 ഡിസംബറിന് ശേഷം ആദ്യമായി ജൂണിൽ അമേരിക്കയിൽ നിന്നും 13,000 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഫാക്ടറികളിലും നിർമ്മാണ മേഖലകളിലും കുറവുണ്ടായി. തൊഴിലവസരങ്ങളിൽ താരിഫ് നയം കാരണം തൊഴിലവസരങ്ങളും ഫാക്ടറികളും വർദ്ധിക്കുമെന്ന് ഏപ്രിലിൽ ട്രംപ് അവകാശപ്പെട്ടിരുന്നു. തൊഴിൽ നിർമ്മാണ മേഖലയിൽ 42,000 തൊഴിലവസരങ്ങളും നിർമ്മാണ മേഖലയിൽ 8,000 തൊഴിലവസരങ്ങളും നഷ്ടപ്പെട്ടു. 2024 സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാണെങ്കിലും സമ്പദ് വ്യവസ്ഥയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തു. എന്തായാലും ട്രംപ് അധികാരമേറ്റപ്പോൾ പണപ്പെരുപ്പം അവസാനിക്കുമെന്ന്, വൈദ്യുതി വില പകുതിയായി കുറയുമെന്നും ആദ്യ ദിവസം തന്നെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നിരുന്നാലും ഏപ്രിലിൽ 2.3% വാർഷിക പണപ്പെരുപ്പ് നിരക്ക് ഇപ്പോൾ 2.7% എത്തി നിൽക്കുകയാണ്. വൈദ്യുതി വില 4.6% വർദ്ധിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ട്രംപിന്റെ താരിഫ് നയം പല കമ്പനിയെയും വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാക്കി എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മോശൻ തൊഴിൽ റിപ്പോർട്ട് പുറത്തുവിട്ട BLS കമ്മീഷണറെ ട്രംപ് പുറത്താക്കുകയും ചെയ്തു എന്നും ഈ റിപ്പോർട്ടിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.